സോ ഗൈസ്, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു ബ്രൗസറിൽ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് കാണാം ആദ്യത്തെ സെർച്ച് റിസൾട്ട് തന്നെ നമ്മുടെ ബ്രില്യൻ പാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ brilliantpala.org എന്ന സൈറ്റിൻ്റെ ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ആ മുകളിലായിട്ട് ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എബൌട്ട്, സെൻറ്റേഴ്സ്, ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് അതിൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്കുള്ള ഒരു പേജ്. നിങ്ങൾ ഇതിന് മുമ്പ് ഓൾറെഡി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ID യും അതുപോലെ ഒരു പാസ്വേഡ് നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യൂസർ ID അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ID ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി തൊട്ട് താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. അത് ഏതെല്ലാമാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങളുടെ പേരാണ് എൻ്റർ ചെയ്യാനുള്ളത്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ, അതിൻ്റെ ഒരു പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നതിനായിട്ട് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ആ ഒരു സ്ക്വയർ ബോക്സിൽ ടിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോൺ നമ്പരും ഇമെയിൽ ID യും കൃത്യമായിരിക്കണം. കാരണം ആ നമ്പറിലേക്കാണ് ഇപ്പോൾ ഒരു OTP വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. സോ നമ്മളെല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് ആ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതാ ഇപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ OTP ഇതാ ഈ കാണുന്ന പേജിൽ എൻ്റർ ചെയ്യുക. സോ ഗൈസ്, എനിക്ക് ലഭിച്ച ഒരു OTP ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേനും ഇതാ നമ്മുടെ ഒഫീഷ്യൽ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ നടുക്ക് കിടക്കുന്ന ഓപ്ഷനായ മൈ കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു പേജിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോക്സിൽ സെലക്ട് ക്ലാസ് സ്റ്റഡിയിങ് നമുക്ക് കാണാം. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. സോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ 10ൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അവരുടെ +1 +2 പഠനത്തോടൊപ്പമാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതും. സോ ഒബ്വിയസ്ലി സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 10 എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ഏതെല്ലാം കോഴ്സസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് IIT ബാച്ച് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് എക്സാമിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ 3 വിഷയങ്ങളായിരിക്കും ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അടുത്ത എയിംസ് ബാച്ച് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 വിഷയങ്ങളായിരിക്കും ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിനായി അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ 2 എക്സാമും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് IIT എയിംസ് ബാച്ച് 2028 സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കോമൺ സ്ക്രീൻ ടെസ്റ്റ്. അതായത് ഈ 4 എക്സാമുകളും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിലൂടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ അനുസരിച്ച് IIT ബാച്ച് വേണോ അല്ലെങ്കിൽ എയിംസ് ബാച്ച് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും IIT എയിംസ് 2028 ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ സ്ക്രീനിങ് ടെസ്റ്റുകളെല്ലാം തന്നെ ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റുകളായിരുന്നു. അതായത് കേരളത്തിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും ഖത്തറിലും ദുബായിലും ഒക്കെ ആയിട്ട് നിരവധി സെൻറ്ററുകൾ ഈ ഒരു ഓഫ്ലൈൻ സ്ക്രീൻ ടെസ്റ്റിനായിട്ട് നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫ്ലൈൻ സെൻറ്ററുകളിൽ നേരിട്ട് വന്ന് എക്സാം എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഈ ഒരു IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഓൺലൈൻ ബാച്ചിലേക്കായിരിക്കും അഡ്മിഷൻ. ഓഫ്ലൈനായിട്ട് എഴുതുന്നവർക്ക് നേരിട്ട് ഓഫ്ലൈൻ ബാച്ചുകളിലേക്കുമായിരിക്കും അഡ്മിഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഓൺലൈനായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈനായിട്ട് തന്നെയാണ് നമ്മുടെ IIT എയിംസ് ബാച്ചുകളിലേക്ക് പ്രവേശനം വേണ്ടത് അല്ലെങ്കിൽ ക്ലാസ്സുകൾ വേണ്ടത് എങ്കിൽ ഈ ഒരു ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റിന് ശേഷം അതിൽ നിങ്ങൾ മികച്ച സ്കോർ കരസ്ഥമാക്കിയതിന് ശേഷം ഒരു
ഓൺലൈൻ ലൈവ് ഇൻ്റർവ്യൂവും കൂടി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നടത്തുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സ്കോർ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഓഫ്ലൈൻ ബാച്ചുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ആ മൂന്നാമത്തെ ഓപ്ഷനായ IIT എയിംസ് ബാച്ച്, അതായത് 4 എക്സാമും അറ്റൻഡ് ചെയ്യാനുള്ള സ്ക്രീൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിലേക്ക് രജിസ്റ്റർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ ഇന്ത്യയിലുള്ള സെൻറ്ററുകളിൽ ഓഫ്ലൈനായി വന്ന് എഴുതാനുള്ള ഒരു ഓപ്ഷനാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദുബായിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതാനുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഖത്തറിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതാനുള്ളതാണ്. സോ ഇതിൽ ഏത് ഓപ്ഷൻ വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഏത് ഓപ്ഷൻ എടുത്താലും പ്രൊസീജിയർ എല്ലാം തന്നെ സെയിം ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിളിനായിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നതേ ഉള്ളൂ. ആ ഒരു അപ്ലൈ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മുടെ സ്ക്രീൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ, ആപ്ലിക്കേഷൻ പീരീഡ്, ടെസ്റ്റ് ഡേറ്റ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെലക്ട് സിറ്റി എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ നിരവധി സെൻറ്ററുകളും അതുപോലെ ബാംഗ്ലൂരിലെ സെൻറ്ററിൻ്റെ ആ ഒരു ഓപ്ഷനും അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ സിറ്റി നമ്മൾക്ക് ഇവിടെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ കണ്ണൂർ എന്ന് പറഞ്ഞ സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അതിന് തൊട്ട് താഴെ സെലക്ട് സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ണൂർ എന്ന സിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിരിക്കുന്ന 3 സെൻറ്ററുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. കൂത്തുപറമ്പ്, പയ്യന്നൂർ, തലശ്ശേരി. ഓക്കെ, ഞാനിവിടെ തലശ്ശേരി എന്ന സെൻറ്ററാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സെലക്ട് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഡീറ്റെയിൽസ് തന്നെയാണ്. റിക്വസ്റ്റഡ് ഡേറ്റ്, അപ്രൂവ്ഡ് ഡേറ്റ്, അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത സെൻറ്റർ എവിടെയാണ്, സിറ്റി എവിടെയാണെന്നുള്ളൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് ഫീ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കൂ. അപ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ഒരു പേജ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാമാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ പേര് അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ നമ്മുടെ ജെൻഡർ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കാറ്റഗറി മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ താഴത്തെ ലെയറിൽ ഫാദേഴ്സ് നെയിം, അതുപോലെ ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, അതിന് താഴെ മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, അതിന് താഴെ ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, അതിന് താഴെ നിങ്ങൾ അവസാനമായി പഠിച്ച സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര്, ഏറ്റവും അവസാനം നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ. ഇനി നമ്മുടെ സ്ക്രീനിൻ്റെ വലതുവശത്തേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, രണ്ടാമത്തെ കോളത്തിൽ പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് നെയിം, നിങ്ങളുടെ ഏത് പോസ്റ്റ് ഓഫീസിൻ്റെ പരിധിയിലാണ് എന്നുള്ളത്, അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ്, അതിനുശേഷം നിങ്ങളുടെ പിൻ കോഡ്, ആൻഡ് ലാസ്റ്റ്ലി ഏത് കൺട്രിയാണ് എന്നുള്ളത്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പേജിൽ നമുക്ക് ഒരു കാര്യം കൂടിയാണ് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മാക്സിമം കാഷ്വൽ ആയിട്ടുള്ള ഫോട്ടോസ് ഒഴിവാക്കി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമുക്കിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് സൈറ്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം എഗ്രി ഓപ്ഷൻ കൊടുക്കുക. സോ എഗ്രി ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫയൽസിൽ നിന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പിക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ കൊടുക്കുക. ആൻഡ് യെസ്, ആ ഒരു പേജിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക്, സ്ക്രീനിൻ്റെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക.
സോ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമ്മൾക്ക് ഓൺലൈൻ മെത്തേഡാണ് ഇവിടെ സൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ വിവിധ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ കോമൺ പേയ്മെൻറ്റ് ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. UPI പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ, കാർഡ് വഴിയുള്ള ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്കിവിടെ സ്വീകരിക്കാവുന്നതാണ്. സോ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ IIT AIIMS 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ക്രീൻ ടെസ്റ്റിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്ക്രീൻ ടെസ്റ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.